ഈ മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കർണാടകയിലെ മുൻ സർക്കാരിൻ്റെ ഹിജാബ് നിരോധനം വലിയ കോളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് മുസ്ലിം മതവിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഭാഗമാണോ എന്നത് ഒരു വലിയ തർക്കമാണ്. നമ്മളിപ്പോൾ സൗദി അറേബ്യ അല്ലെങ്കിൽ UAE, ദുബായ് രാജാവിൻ്റെയൊക്കെ മക്കളെ കാണുമ്പോൾ അവരാരും ഹിജാബൊന്നും ധരിക്കുന്നില്ല. ഇസ്ലാമിക രാജ്യങ്ങൾ ഹിജാബ്, അവിടുത്തെ വലിയ ഏറ്റവും മുതിർന്ന ആളുകൾ, രാജാക്കന്മാരുടെയൊക്കെ മക്കളും ഭാര്യമാരും ഒക്കെ ഹിജാബ് ഇല്ലാതെ ധരിക്കുന്നു. ഇവിടെ ഹിജാബ് ധരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ ഹിജാബ് നിരോധിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു. അതെന്താ ഇതിൻ്റെ സംഭവം? അത് ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള തജിക്കിസ്ഥാൻ, മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നത്, തജിക്കിസ്ഥാൻ ഈ ബുധനാഴ്ച ഹിജാബ് നിരോധിച്ചു. പാർലമെൻറ്റ് നിയമം പാസ്സാക്കി. അതായത് ലോവർ ഹൗസ് നേരത്തെ തന്നെ നിരോധിച്ച് പാസ്സാക്കിയിരുന്നു. ഇപ്പോൾ അപ്പർ ഹൗസും കൂടി അത് അപ്രൂവ് ചെയ്ത് അങ്ങനെ തീരുമാനിച്ചു. ഇത് സുന്നി, ഇവിടുത്തെ പോലെ തന്നെ സുന്നി മെജോറിറ്റി സ്ഥലമാണത്. കേരളത്തിലും സുന്നികളാണല്ലോ, ഇന്ത്യയിലും കൂടുതലും സുന്നികളാണല്ലോ. അപ്പോൾ ഈ 18 വയസ്സുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ മൊത്തത്തിൽ 18 വയസ്സ് താഴെയുള്ള ആളുകൾ പരസ്യമായി ഒരു മത ചടങ്ങുകളിലും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 35 വയസ്സുള്ള താഴെയുള്ള പുരുഷന്മാർ ഹജ്ജിനും പോകരുത് എന്നും ഈ നിയമത്തിൽ പറഞ്ഞു. അത് ശരി. അപ്പോൾ അവിടെ ഇസ്ലാമിക ഭരണമല്ല അല്ലേ? അവിടെ ഈ ഇസ്ലാം ഭൂരിപക്ഷമാണ്, പക്ഷേ ഇസ്ലാമിക രാജ്യമല്ല എന്ന് പറഞ്ഞാൽ. ഈ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത്, സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നപ്പോൾ തന്നെ ആ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെതായ കുറേ സംഗതികൾ വരുമല്ലോ, മതേതരം എന്ന് പറയപ്പെടുന്ന കുറേ സാധനം. അങ്ങനെ അവിടുത്തെ ഈ താജിക് ഭാഷ എഴുതിയിരുന്ന സ്ക്രിപ്റ്റ് തന്നെ റഷ്യൻ സ്ക്രിപ്റ്റ് ആയിട്ട് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു അവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു തരം സെക്കുലറിസം. പക്ഷെ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഒരു ഏകാധിപതിയാണ്. അയാൾ 2014 മുതൽ മറ്റേ പാർലമെൻറ്റിനെ കൊണ്ട് തന്നെ നിയമം പാസ്സാക്കിച്ച ആയുഷ്കാലം ഭരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങേർക്ക് തോന്നിയ പോലെയൊക്കെ അവിടെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എമോമോളി റഹ്മാൻ എന്ന് ആണ് അയാളുടെ പേര്. ഇവിടെ റഹ്മാൻ ആയിരിക്കും എന്ന് പറയുന്നതായിരിക്കും ഇത്. ഈ 2016 മുതൽ ഏകാധിപതിയാണ്, അങ്ങേര് മാത്രമേ പ്രസിഡന്റ് ആയിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വിവരമുള്ള ഏകാധിപതിയാണെന്ന് തോന്നുന്നു അല്ലേ? അതായിരിക്കുമല്ലോ, ബോധം ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ. മതേതരത്വം ചുമ്മാ പറയുന്നതല്ല. ഇവിടെ മതേതരത്വം പറഞ്ഞിട്ട് മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞ പരിപാടി അതവിടെ ഇല്ല. അല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭരണാധികാരി വന്നാൽ ഈ ജനാധിപത്യം എന്ന ആഭാസത്തിനേക്കാളും നല്ലതാ ഒരു ബെനിവോളന്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്നത്. അതാണ് പല രാജാക്കന്മാരെയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ പ്രത്യേക സ്ഥലത്തൊക്കെ നടക്കുള്ളൂ. അതുപോലെ തന്നെ പള്ളികൾ പണിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാറ്റി നിർത്തിയിരിക്കുന്ന സ്ഥലത്തൊക്കെ മോസ്ക് പണിയാവും. മോസ്ക് ഏരിയ അങ്ങനത്തെ സ്ഥലത്തൊക്കെ. അല്ലാതെ ഈ നഗരത്തിൻ്റെ നടുക്ക് കൊണ്ടുപോയി പണിത് ഈ വലിയ ഉച്ചഭാഷണ വെച്ച് ഞങ്ങളാണ് മഹാന്മാർ എന്ന് കാണിക്കുന്ന ആ പരിപാടികളോ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പാർലമെൻറ്റിൻ്റെ ഈ അപ്പർ ഹൗസിൻ്റെ പേരൊക്കെ ഇസ്ലാമികമാണ് കേട്ടോ. മജ്ലിസ് മില്ലി എന്നാണ് പേര്. അതാണ് പാസ്സാക്കിയത്. അവർ പറഞ്ഞത് ഇത് വിദേശ വസ്ത്രമാണിത്, ഏലിയൻ ക്ലോത്തിങ്. അതെ അതെ, അറബികളുടെ വസ്ത്രമാണ്. അത് പറ്റില്ല. ഇത് നമുക്കിവിടെ താജിക് സംസ്കാരമാണ്, ആചാരങ്ങളാണ് നിലനിർത്തേണ്ടത്. അതുകൊണ്ട് ആളുകൾ താടി വളർത്തി നടക്കാനും പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതും വിദേശ രീതിയാണ്. ഈ ഹിജാബും അതെ, ഈ താടി വളർത്തി ആണുങ്ങൾ ഒക്കെ നടക്കുന്നത് ശരിയല്ല. അതുപോലെ ഈ ഈദുൽ ഫിത്തർ, ഈദുൽ അസ്ഹ, ഈ പെരുന്നാളിൻ്റെ സമയത്ത് കുട്ടികളുടെ കളികൾ ആവശ്യമില്ല. കുട്ടികളുടെ കളികൾ നിരോധിച്ചു ആ സമയത്ത്, ഈ പെരുന്നാളിൻ്റെ സമയത്ത്. ദ ലോ ഓൺ ട്രഡീഷൻസ് ആൻഡ് സെലിബ്രേഷൻസ് എന്നാണ് നിയമത്തിൻ്റെ മനോഹരമായിരിക്കുന്നു എന്നാണ് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ അവധി ദിവസങ്ങൾ കുട്ടികളെങ്ങനെ വളർത്തണം, ഇതൊക്കെയാണ് സംഭവങ്ങൾ. കുട്ടികളെങ്ങനെ വളർത്തണം. അതുപോലെ ഈ വിദേശ വസ്ത്രങ്ങൾ, താജിക് വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് നല്ല നിറമുള്ള വസ്ത്രം കണ്ടിട്ടുണ്ട്. പഴയ സോവിയറ്റ് യൂണിയൻ മാസികയിൽ കണ്ടിട്ടുണ്ട്, താജിക്കിസ്ഥാനിൽ നിന്നുള്ള നല്ല ചുവപ്പ്, മഞ്ഞ, പച്ചയൊക്കെ ആയിട്ട്. അപ്പം ആ വസ്ത്രങ്ങൾ നമുക്ക് മതി.
ഒരാളും കറുപ്പ് ധരിച്ചു പോകരുത് എന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനുമായിട്ടൊരു ബന്ധമുണ്ട്. ചിലപ്പോൾ ഇവിടുത്തെ വാർത്തകളൊക്കെ അതാണ് വായിച്ചു കാണും അവിടെ. മലയാളം അറിയായിരിക്കും ചിലപ്പോൾ. അത് വേണ്ടല്ലോ. CPI-കാർ ധാരാളം സോവിയറ്റ് യൂണിയനിലൊക്കെ പോയ ആളുകളൊക്കെ. നമ്മുടെ മോസ്കോ ചന്ദ്രനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ല, ബിനോയ് വിശ്വമൊക്കെ അവിടെ മോസ്കോ ചന്ദ്രൻ, മോസ്കോ ഉണ്ടായിരുന്നു. ഗോപാലകൃഷ്ണൻ കുറെ കാലം അവിടുത്തെ പ്രോഗ്രസ് പബ്ലിഷേഴ്സിൻ്റെ ആളൊക്കെ ആയിട്ടുണ്ടായിരുന്ന അവിടെ അങ്ങനെ പോയി വന്ന പല ആളുകൾ ഇവിടെ റഷ്യൻ ഭാഷ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേരള സർവകലാശാലയിലൊക്കെ. മുമ്പ് ഉണ്ണികൃഷ്ണ വാര്യർ എന്ന് പറഞ്ഞൊരാൾ പഴയ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു. അദ്ദേഹം സോവിയറ്റ് യൂണിയനിലൊക്കെ പഠിച്ചിട്ട് പിന്നീട് സോവിയറ്റ് യൂണിയൻ അധിനിവേശം നടത്തിയല്ലോ അഫ്ഗാനിസ്ഥാനിൽ. എന്നിട്ട് കാബൂൾ ടൈംസിൻ്റെ പത്രാധിപരായി അദ്ദേഹം. തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഈ സോവിയറ്റ് ഭാഷയൊക്കെ അറിയാവുന്ന ആളുകളൊക്കെ ഇവിടുന്ന് പരിഭാഷ ചെയ്ത് കൊടുത്ത് കാണും എന്ന് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ കറുത്ത വസ്ത്രം വേണ്ട നമുക്ക്, കാരണം അത് വിദേശ വസ്ത്രമാണ് കറുത്ത വസ്ത്രം എന്ന് പറഞ്ഞു. നമ്മളിവിടെ ധാരാളം കറുത്ത വസ്ത്രങ്ങൾ കാണാറുണ്ടല്ലോ. ഇനി പിഴയുണ്ട് ഇതിന്. സാധാരണ മനുഷ്യർക്ക് $740 വ്യക്തികൾക്ക് ഇത് ലംഘിച്ചാൽ. അതേസമയം ലീഗൽ എൻറ്റിറ്റീസ് എന്ന് പറയുന്ന ഈ സ്ഥാപനങ്ങളോ ഇതൊക്കെയാണെങ്കിൽ $5,400. വലിയ ഉദ്യോഗസ്ഥന്മാർ അത് $3,700 മുതൽ $5,060 വരെ ആണ് ഇത്. പിന്നെ പക്ഷേ ഇസ്ലാമിക് പണ്ഡിത സഭ ഇതിനെ എതിർത്തിട്ടുണ്ട്. അതുപോലെ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് എതിർത്തിട്ടുണ്ട്. അമേരിക്ക എതിർത്തിട്ടുണ്ട്. കാരണം അമേരിക്കയ്ക്ക് തജിക്കിസ്ഥാനെ ഇഷ്ടമല്ല. അമേരിക്ക സാധാരണഗതിയിൽ ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ തജിക്കിസ്ഥാനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ചൊറിഞ്ഞിട്ടുണ്ട്. അതാണ്. US has already designated Tajikistan as a country of concern. അതുകൊണ്ട് ഈ റിലീജിയസ് ഓട്ടോണമി, മതപരമായ സ്വാതന്ത്ര്യം, അതിൽ ഈ രാജ്യം കൈകടത്തുന്നു. അത് പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിലും പറയുന്നുണ്ടല്ലോ അമേരിക്ക. ഇല്ലേ, പറയുന്നുണ്ട്. നമ്മൾ CAA നടപ്പാക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അമേരിക്ക നമ്മളിവിടെ ഉണ്ട് എന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിരോധിച്ചു വരുന്നതിൻ്റെ ഒരു കൾമിനേഷൻ അവസാനമാണ്. ഹിജാബും വേണ്ട, താടിയും വേണ്ട, കറുത്ത വസ്ത്രം വേണ്ട, കാണാനേ പറ്റില്ല. അപ്പോൾ ഏതായാലും കൊള്ളാം. ഈ പല നമ്മൾ ഹിജാബിനെയൊക്കെ നമ്മൾ എതിർക്കുന്നതിന് കാരണം ഒന്ന് ഈ ഐഡൻറ്റിറ്റി ഒരു പ്രധാനമാണ്. ആളുകളെ തിരിച്ചറിയുക എന്നുള്ളത്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആരാണ്, ഇതിനകത്ത് ആണാണോ പെണ്ണാണോ, മുഖം മറയ്ക്കുന്ന സാധനമൊക്കെ നിഖായത്ത് എന്താ, അങ്ങനെ എന്തിൻ്റെ പേര്, അങ്ങനെ എന്താണ്, നിഖാബൊക്കെ ഇട്ട് വരുന്ന ആളെ കാണുമ്പോൾ നമുക്ക് ഭയമാണ് സത്യം പറഞ്ഞാൽ. കാരണം ആരാണെന്നറിയില്ല. അത് നമുക്ക് കൂടെയുള്ളവർക്ക് ഒരു അരക്ഷിതത്വം ഉണ്ടാവുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് സാറേ, നമ്മൾ ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചില ആളുകളൊക്കെ പറയും, എല്ലാവരും അല്ല, ഒരു ന്യൂനപക്ഷം പറയും മുസ്ലിങ്ങളെ ഒരു ഭയങ്കര വിവേചനമാണെന്ന്. സത്യത്തിൽ ആര് വിവേചനം കാണിക്കുന്നത്? ഇവരല്ലേ എല്ലാ കാര്യത്തിലും വിവേചനം കാണിക്കുന്നത്. ഇവർ മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണോ അതിന് ഓപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. മറ്റുള്ളവർ മുണ്ടെടുക്കുന്നതിന് ഓപ്പോസിറ്റ് മുണ്ടെടുക്കും. മറ്റുള്ളവർ വളരെ ഫ്രീ ആയിട്ട് മാന്യമായ വസ്ത്രം ധരിച്ച് നടന്നാൽ അതല്ലാതെ ഇവർ നേരെ തിരിച്ച് വസ്ത്രത്തിൽ മാറ്റം വരുത്തും. മറ്റുള്ളവർ കഴിക്കുന്നിടത്ത് ഭക്ഷണം കഴിക്കത്തില്ല. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. കഥയല്ല, ആത്മാനുഭവം വായിച്ചിട്ടുണ്ട്. ഞാൻ കോളേജ് മാഗസിൻ്റെ എഡിറ്ററായിരുന്നപ്പോൾ ബഷീറിൻ്റെ ഒരു പീസ് നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഇങ്ങനെയാണ്, ബഷീർ ഒരു ദിവസം മുണ്ട് നേരെ ഉടുത്തപ്പോഴത്തേക്ക് ബഷീറിൻ്റെ അച്ഛൻ ബഷീറിനെ തല്ലി. എടാ, ഇങ്ങനെയല്ല നമ്മൾ മുണ്ടെടുക്കേണ്ടത്, അതൊക്കെ കാഫിർമാരാണ് ഇങ്ങനെ കൊടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു കൊടുക്കണം, കാഫിർമാർ ചെയ്യുന്നതിന് എതിരെ വേണം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ ബഷീർ ചോദിച്ചത്രേ, അപ്പോൾ അങ്ങനെയാണ് ഉപ്പ, അപ്പോൾ കാഫിർമാർ വാ കൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ വായിക്കുന്നത് അൺവെയിൽഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അത് ഈജിപ്തിലെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ആളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ഇപ്പോൾ എക്സ് മുസ്ലിമാണ്. അവരുടെ അനുഭവങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. എല്ലാ ദിവസവും ഈ 5 നേരം നിസ്കരിക്കണം, ഇതൊക്കെ വീട്ടിൽ നിർബന്ധമായിരുന്നു. ഉമ്മയാണ് പ്രത്യേകിച്ച് ഇതൊക്കെ വളരെ കർശനമാക്കിയിരുന്നത്. അപ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന സമയത്ത്
ഈ കാഫിറുകളെ വിശ്വസിക്കരുത്, നമ്മൾ അവർക്കെതിരെ ചെയ്യാവൂ, നമ്മൾ ആ കാഫിറുകളോ നീ കാഫിറുകളുടെ കൂടെ പോയി കളിക്കാനും പോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഒരു മുസ്ലിം സ്കൂളിലാക്കി. ഇങ്ങനെ ധാരാളം പീഡനത്തിന്റെ കഥകൾ. സ്വയം ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. മുഖ്യധാരയിൽ നിന്ന് അവർ മാറി നിന്നിട്ട് ഞങ്ങളെ മാറ്റി നിർത്തുന്നേ എന്ന് നിലവിളിക്കുന്നതാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. ആരും ഇവരെ മാറ്റി നിർത്തുന്നില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഭാഗത്ത് ഇവർ സ്കൂളിൽ പോകുമ്പോൾ ഈ വാഷ്റൂമിൽ പോയിട്ടേ 9ാം ക്ലാസ് ആയപ്പോഴും മറ്റേ ഹിജാബ് നിർബന്ധമാക്കി വീട്ടിൽ നിന്ന് ഉമ്മ. എന്നിട്ട് ഇവർ വാഷ്റൂമിൽ പോയിട്ടേ ഇതൊക്കെ എടുത്ത് കീറിക്കളയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ ഹിജാബേ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെ അങ്ങനെ ചെയ്യുമായിരുന്നു, ശല്യമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. ഏതായാലും താജിക്കിസ്ഥാൻ ഒരു പുതിയ പാത തുറന്നു കാട്ടുകയാണ്. ഒരു മുടി പുറത്ത് കാണിച്ചതിന് വേണ്ടി ഇറാനിലൊരു പെൺകുട്ടിയെ തല്ലിക്കൊന്ന നാട്. ഒരു തലമുടി പുറത്ത് കണ്ടത്. എന്തൊരു കഷ്ടമാണത്, എന്തൊരു ലോകമാണ്. എന്തൊരു ലോകം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവാഹകരെന്നാണ് ഇവർ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ ഈ ഭൂമിയിൽ അവകാശമില്ലേ? അല്ല, ഇത് ജീവിക്കുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയാണെന്ന് കരുതുന്ന ആളുകളെ കുറിച്ച് എന്ത് പറയാനാ? അല്ല, അല്ലാഹു ക്രൂരനാണോ? അദ്ദേഹം ഈ ക്രൂരത ചെയ്യാനായിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവർ പറയുന്നത് ജീവിക്കുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയിട്ടാണ്. മരണമാണ് പരമലക്ഷ്യം എന്ന് പറയുന്നതോട് നമുക്കൊന്നും പറയാനില്ലല്ലോ. ഈ ജീവിതമല്ല, മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. മദ്യപ്പുഴയും 72 ഹൂറികളെയും ബാലകന്മാരെയും ഒക്കെ തരും എന്ന് പറയുന്ന ഒരു ലോകം. ഇനി കൂടുതലൊന്നും പറയാൻ. താജിക്കിസ്ഥാൻ എന്തായാലും ഒരു വഴികാട്ടി, അവർ രക്ഷപ്പെട്ടു. ആ ഏകാധിപതിക്ക് നമോവാകം. ഇവിടെ നിന്ന് പലരും അങ്ങോട്ട് തീർത്ഥയാത്ര പോകട്ടെ. തീർത്ഥയാത്ര ഒന്നും പോകണ്ട. തീർത്ഥയാത്ര പോയവരൊക്കെ ചൂടത്ത് കരിഞ്ഞും പുകഞ്ഞ് ഈയാമ്പറ്റകളെ പോലെ വീണ വാർത്തയൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ നിന്നുള്ളവരും ഉണ്ട് 68 പേർ. 100 പേരായി. 100ആയോ? പക്ഷെ നമ്മുടെ പത്രങ്ങളിലൊന്നും ഒരു വാർത്തയില്ല. ആരോ പറഞ്ഞു കേട്ടു അതിൽ പരാതി ഇസ്ലാമിക സമൂഹത്തിനില്ല. അവിടെ പോയി ഹജ്ജിന് പോയി മരിച്ചാൽ അത് പുണ്യമരണമാണ്, ആ ബോഡി പോലും തിരിച്ചു കൊണ്ടുവരത്തില്ല എന്ന് പറയുന്നു. അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ്സ് വരുന്നുണ്ട്. അറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ പുണ്യമാണെങ്കിൽ അവിടെ ഇനി എല്ലാ വർഷവും ഇതുപോലെ ചൂടുണ്ടാകണമെന്നും പറയുമല്ലോ ഈ പറയുന്നവർ. ഏതായാലും മരണം ദുഃഖകരമാണ്. മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയാണ് മരിക്കുന്നതെന്നും കൂടി പറഞ്ഞാൽ മതി. മരിക്കാൻ വേണ്ടിയാണ്, ഇത് തിരിച്ചാണ്. ജീവിക്കാൻ വേണ്ടി മരിക്കരുത്, ഇത് തിരിച്ച് മരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഷഹീദാവുക എന്നുള്ളത് വളരെ ഞങ്ങളെ സംബന്ധിച്ച് മഹാഭാഗ്യമാണ് എന്നാണല്ലോ ഈ പോപ്പുലർ ഫണ്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, മറ്റുള്ളവരെ ഈ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രലോഭനം. ഈ ഷഹീദായി കഴിഞ്ഞിട്ട് അവിടെ എല്ലാം കിട്ടും, കിലോമീറ്ററുകൾ വലിപ്പമുള്ള മുറിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും നമുക്ക് ഈ താജിക്കിസ്ഥാനിലെ ഏകാധിപതിക്ക് ഞാൻ ഒരിക്കൽ കൂടി നമ്മവാകമൊക്കെ കൊടുത്തു. എന്നിട്ടും സാറ് പറഞ്ഞത് തീരുന്നില്ല. ഞാൻ ഒരു വാചകം കൂടി പറയാം. ഇവിടുത്തെ ഈ മതപ്രീണനം നടത്തുന്ന സഖാക്കൾ അദ്ദേഹത്തിന് ഒരു റെഡ് സല്യൂട്ട് കൊടുക്കട്ടെ. കിട്ടിയതാ.